ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഗ്രേറ്റ് ചെയ്തൊക്കെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. നന്നായി കട്ടി കുറവിൽ ചെറിയ പീസാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നന്നായി മിക്സൊക്കെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇടുന്നത് കോൺഫ്ലോർ പൊടിയാണ്. അപ്പോൾ ഞാനൊരു 4.5 ടേബിൾ സ്പൂൺ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഫുള്ളായിട്ട് പൊടി അങ്ങനെ ഇടരുത്. കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ളത് പിന്നെ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പം ഞാനൊരു 4.5 ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മളെ മാവ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും ആവുണ്ടെങ്കിൽ നമുക്ക് 2 ട്രിപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഒരു അപ്പത്തിനുള്ളതുള്ളൂ, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. ലോ ഫ്ലെയിമിൽ ഇടണം. ഇതൊരു സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. പിന്നെ നമുക്കിത് കറിയില്ലാണ്ടൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.